കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മാസത്തെ മൂവി അനാലിസിസ് വീഡിയോയുടെ താഴെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു അടുത്ത മാസത്തെ കൂടെ പറയാമായിരുന്നു. നിങ്ങൾക്കറിയാലോ വീഡിയോസൊക്കെ ഞാൻ കറക്റ്റായിട്ട് കൃത്യസമയത്ത് ഇടുന്നത് കൊണ്ട് ഒരു മാസത്തേത് മാത്രമായിട്ട് ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ മൂവി അനാലിസിസ് ആണ്. ജൂലൈ ആഗസ്റ്റ് ഒക്കെ വളരെ കുറച്ച് വിജയങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ സെപ്റ്റംബർ ഒക്ടോബറിൽ കഥ മൊത്തം മാറി. ഓണം സമയം ആയതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമകൾ റിലീസായി. അതിൽ തന്നെ പലതും വൻ വിജയവും ചിലത് അടപടലമാവുകയും ചെയ്തു. അപ്പോ അങ്ങനെ വൻ ഹിറ്റായതും ഹിറ്റാവാതെ തിയേറ്റർ വിട്ടതുമായ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ റിലീസുകളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ അനാലിസിസ്. അപ്പോൾ ലാഗടിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു ഫിൽമി ടോക്സ്. ARM അഥവാ അജയന്റെ രണ്ടാം മോഷണം. സെപ്റ്റംബർ മാസത്തിലെ ആദ്യ ആഴ്ചകളിൽ അങ്ങനെ വലിയ റിലീസുകളൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. കാരണം അറിയാലോ ഓണമാണ്. അതുകൊണ്ട് ഓണം ടൈമിലായിരുന്നു പ്രൈം റിലീസുകളെല്ലാം. അങ്ങനെ സെപ്റ്റംബർ മാസം 12-ന് തിയേറ്ററുകളിലെത്തിയ സിനിമയാണ് അജയന്റെ രണ്ടാം മോഷണം. ടൊവിനോ തോമസ്, സുരഭി ലക്ഷ്മി, ബേസിൽ ജോസഫ്, കൃതി ഷെട്ടി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻ ലാൽ സംവിധാനം ചെയ്ത സിനിമയാണ് ARM. ഈ സംവിധായകൻ ജിതിൻ ലാൽ നമ്മുടെ ബേസിൽ ജോസഫിന്റെ AD ആയിട്ട് പല സിനിമകളിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോ ഓണം റിലീസുകളിൽ ഏറ്റവും അധികം പ്രതീക്ഷയോടുകൂടി വന്നൊരു സിനിമയായിരുന്നു ARM. ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ ഇത്രയും വലിയൊരു വിജയമാവാനുള്ള പ്രധാന കാരണം മേക്കിംഗ്. ഈ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തവർ ചിലപ്പോൾ ഉണ്ടാകാം, പക്ഷേ അവർ പോലും ഇതൊരു മോശം പടമാണെന്ന് പറയില്ല. കാരണം അമ്മാതിരി ലെവലിലാണ് ജിതിൻ ഈ പടം എടുത്തു വച്ചേക്കുന്നത്. ഒരു തുടക്കക്കാരന്റെ മേക്കിംഗ് അല്ല പുള്ളി ഈ പടത്തിൽ ചെയ്തു വച്ചേക്കുന്നത്. അന്യഭാഷകളിലൊക്കെ ഓരോരുത്തർ 200-ഉം 300-ഉം കോടികളും മുടക്കി ഇതക വെട്ടി കളിക്കുമ്പോൾ ഇവിടെ വെറും 30 കോടി ബഡ്ജറ്റിൽ ഇമാതിരിയൊക്കെ പണ്ണാൻ പറ്റുമോ എന്ന് വരെ ചിന്തിച്ചു പോയി. പിന്നെ മേക്കിംഗ് മാത്രമല്ല, സ്ട്രോങ് ആയൊരു കഥയും അതിനൊത്ത തിരക്കഥയും കൂടി വന്നപ്പോൾ പടം കിഡുവായി. ഇനി കാസ്റ്റിംഗിലോട്ട് വന്നാലും ടൊവിനോയുടെയും സുരഭിയുടെയും കിടിലൻ പെർഫോമൻസ് പടത്തിൽ നമുക്ക് കാണാം. പ്രത്യേകിച്ച് മണിയൻ എന്ന കഥാപാത്രം നല്ല കിടിലനായിട്ടാണ് ടൊവിനോ തോമസ് ആ കഥാപാത്രം ചെയ്തു വച്ചിരിക്കുന്നത്. സുരഭിയുടെ കാര്യം എടുത്താലും പ്രായമായ സ്ത്രീയായിട്ടും മണിയന്റെ ഭാര്യയായിട്ടും കിടിലൻ പെർഫോമൻസ് ആണ്. പിന്നെ നായികയായ കൃതി ഷെട്ടി ആയാലും ഒരു അന്യഭാഷാ നടി ആയിരുന്നെങ്കിൽ പോലും പടത്തിൽ അത് നമുക്ക് ഫീൽ ചെയ്യില്ല. അതിന് മമിതാ ബൈജുവിന്റെ ഡബ്ബിങ്ങിനും വലിയൊരു പങ്കുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും മികവ് പുലർത്തി ടെക്നിക്കലി മികച്ചു നിന്നു ARM. മ്യൂസിക്കിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡിബു നയനാൻ തോമസ് ഒരുക്കിയ BGM ആയാലും പാട്ടുകളായാലും എല്ലാം കിടു തന്നെയായിരുന്നു. അങ്ങനെ എല്ലാ ചേരുവകളും ഒത്തു വന്നപ്പോൾ സിനിമ തിയേറ്ററുകളിൽ വൻ വിജയമായി. 3D സിനിമ ആയതുകൊണ്ട് പടം വലിയ രീതിക്ക് കുട്ടികളെയും ഫാമിലീസിനെയും ഒക്കെ തിയേറ്ററുകളിൽ എത്തിച്ചു. ടൊവിനോ തോമസ് എന്ന താരത്തിന്റെ സൂപ്പർ താരത്തിലേക്കുള്ള യാത്രയിൽ, ആ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നാഴികക്കല്ലായി ARM എന്നും നിലനിൽക്കും. ARMന്റെ വമ്പൻ വിജയം ടൊവിനോയുടെ താരമൂല്യം കുത്തനെ ഉയർത്തിയിട്ടുണ്ട്. ഏകദേശം 100 കോടിക്ക് മുകളിലാണ് ഈ സിനിമ തിയേറ്ററുകളിൽ നിന്ന് കളക്ട് ചെയ്തത്. ടൊവിനോയുടെ കരിയറിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസറായി മാറി അജയന്റെ രണ്ടാം മോഷണം. കിഷ്കിന്ധാകാന്ഡം തലവനും ലെവൽ ക്രോസും അഡിയോസ് അമീഗോയും ഒക്കെ ചെയ്ത് വൻ പ്രേക്ഷക സ്നേഹം പിടിച്ചുപറ്റി നിന്ന ആസിഫ് അലിയുടെ ഓണം റിലീസ് കിഷ്കിന്ധാകാന്ഡം. കക്ഷിയാമണിപ്പിള്ളയ്ക്ക് ശേഷം ദിഞ്ചിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത സിനിമയിൽ ആസിഫിനെ കൂടാതെ വിജയരാഘവൻ, അപർണ ബാലമുരളി എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തി. ലോ ഹൈപ്പിൽ സൈലന്റ് ആയി വന്ന പടം പലരും ആസിഫിന്റെ മറ്റൊരു ഫ്ലോപ്പ് എന്ന് കരുതിയിരുന്നിടത്താണ് കളി മാറുന്നത്. ആദ്യ ഷോ കഴിഞ്ഞത് മുതൽ അതിഗംഭീര അഭിപ്രായങ്ങൾ. തൊട്ടപ്പുറത്ത് ARM പോലൊരു വമ്പൻ പടമുണ്ട്. താരതമ്യേന ഈ സോകാൾഡ് കൊമേഴ്ഷ്യൽ എലിമെന്റ്സ് ഒന്നും അങ്ങനെ ഇല്ലാതെ വന്ന കിഷ്കിന്ധാകാന്ഡം ഒരു ഘട്ടത്തിൽ ARMനെ മലർത്തി അടിക്കുമോ എന്ന് വരെ തോന്നിപ്പോയി. അത്രയും എക്സ്ട്രീം പോസിറ്റീവ് റിവ്യൂസ് ആണ് പടത്തിന് വന്നത്. മലയാളികൾ ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള ട്രീറ്റ്മെന്റ്. സ്ലോ പേസിൽ തുടങ്ങി പിന്നെ അങ്ങോട്ട് കത്തിക്കയറുന്ന ഐറ്റം. ഈ പടത്തിലെ വിജയരാഘവന്റെയും ആസിഫ് അലിയുടെയും പെർഫോമൻസ് പറയാതിരിക്കാൻ വയ്യ. കാണുന്ന നമ്മുടെ പോലും കണ്ണ് നനയിപ്പിക്കുന്ന പെർഫോമൻസ് ആയിരുന്നു ക്ലൈമാക്സ് സീൻസിലൊക്കെ. പ്രത്യേകിച്ച് ആസിഫിക്ക ഒരു നല്ല ഡയറക്ടറുടെ കയ്യിൽ കിട്ടിയാൽ അങ്ങേര് വേറെ ലെവൽ തന്നെ ആയിരിക്കുമെന്ന് വീണ്ടും തെളിയിച്ചു. ഇത്രയും പോസിറ്റീവ് അഭിപ്രായം കിട്ടിയത് കൊണ്ട് തന്നെ കളക്ഷനും ആ ലെവലിൽ ഉണ്ടായിരുന്നു. ഏകദേശം 80 കോടി രൂപയ്ക്ക് മുകളിലാണ് കിഷ്കിന്ധാകാന്ഡം തിയേറ്ററുകളിൽ നിന്നും കളക്ട് ചെയ്തത്. ആസിഫ് അലി എന്ന നടന്റെ കരിയർ ഹയസ്റ്റ് ഗ്രോസറായി കിഷ്കിന്ധാകാന്ഡം തിയേറ്റർ വിട്ടു. പിന്നെ ഈ പടം OTT റിലീസിന് ശേഷം ശരിക്കും ഒരു പാൻ ഇന്ത്യൻ ഹിറ്റായി എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ പടം കണ്ട അണ്ണന്മാർ ഞെട്ടിത്തരിച്ചിരുന്നു പോയി. യൂട്യൂബിൽ നോക്കിയാലും ഹിന്ദിയിൽ ഉൾപ്പെടെ നിരവധി റിവ്യൂസ് കാണാം കിഷ്കിന്ധാകാന്ഡത്തിന്റെ. മലയാള സിനിമയ്ക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു പടമായി അങ്ങനെ
കിഷ്കിന്ധാകാന്ഡം മാറി. ബാഡ് ബോയ്സ്. ഒമർ ലുലുവിന്റെ സംവിധാനത്തിൽ റഹ്മാൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ സിനിമയാണ് ബാഡ് ബോയ്സ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ റഹ്മാൻ മലയാളത്തിലേക്ക് തിരിച്ചു വന്നൊരു സിനിമ കൂടി ആയിരുന്നു ബാഡ് ബോയ്സ്. പക്ഷേ തിരിച്ചു വന്ന പോലെ തന്നെ തിരിച്ചു പോകേണ്ടി വന്നു റഹ്മാന്. അമ്മാതിരി നെഗറ്റീവ് റിപ്പോർട്ടാണ് പടത്തിന് കിട്ടിയത്. ഒമർക്കെ സംബന്ധിച്ചിടത്തോളം ഇത് പുള്ളിക്ക് പുതിയ കേസൊന്നുമല്ല. പക്ഷേ പാവം റഹ്മാൻ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഫൈറ്റ് ആയാലും എന്ത് തന്നെ ആയാലും പുള്ളിയുടെ മാക്സിമം ഇതിൽ ചെയ്തു. റഹ്മാനെ കൂടാതെ ബിബിൻ ജോർജ്, സെന്തിൽ, ആൻസൺ പോൾ, ധ്യാൻ ശ്രീനിവാസൻ, ബാബു ആന്റണി, അങ്ങനെ നീളുന്ന ഒരു ലിസ്റ്റ്. ഒരു മിനി 2020 തന്നെ ആയിരുന്നു ബാഡ് ബോയ്സ്. മലയാള സിനിമയിലെ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ താരങ്ങളും ഉണ്ട് പടത്തിൽ. അമറിക്കയുടെ പടമല്ലേ, സ്വാഭാവികം. ഈ സിനിമ റിലീസായ ടൈമിൽ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ നമ്മുടെ വ്ളോഗറായിട്ടുള്ള റിവ്യൂവറായിട്ടുള്ള ഉണ്ണി വ്ളോഗ്സിനെ വിളിച്ച് ചീത്ത പറഞ്ഞതും പിന്നെ അതിനെ തുടർന്നുണ്ടായ ഒരു കോൺട്രവേഴ്സിയും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്ത് തന്നെ ആയാലും സ്ഥിരം ഒമർ ലുലു പടങ്ങളിൽ ഉള്ളതുപോലെ അങ്ങനെ വൾഗർ ഡബിൾ മീനിങ് കോമഡികൾ അധികമില്ലാത്തൊരു സിനിമയായിരുന്നു ബാഡ് ബോയ്സ്. കുറച്ചുകൂടി നല്ല രീതിയിൽ എഴുതിയിരുന്നെങ്കിൽ ഒരു പക്ക കളർഫുൾ എന്റർടൈനറായി മാറിയേനെ ഈ സിനിമ. ചിലപ്പോൾ ഇതിപ്പോ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുകയും ചെയ്തു, കാസർഗോഡത്ത് എത്തിയുമില്ല എന്നൊരവസ്ഥയിലായി പോയി പടം. എന്തായാലും പടം തിയേറ്ററിൽ വലിയ വിജയമൊന്നും കണ്ടില്ല. കൊണ്ടൽ. ആന്റണി വർഗീസിനെ നായകനാക്കി അജിത് മാമ്പള്ളി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു കൊണ്ടൽ. ഓണം റിലീസുകളിൽ ഒട്ടും ഹൈപ്പ് ഇല്ലാതെ വന്നൊരു സിനിമ കൂടി ആയിരുന്നു കൊണ്ടൽ. ഹൈപ്പ് ഇല്ലാതെ വന്നിട്ട് പോലും പടം കണ്ട ആർക്കും അങ്ങനെ വർക്കൗട്ട് ആയില്ല പടം. ഒരു റിവഞ്ച് മോഡാണ് പടം മൊത്തത്തിൽ. ഒരു തീരദേശ പ്രദേശത്ത് നടക്കുന്ന ഒരു സംഭവം, അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ പറഞ്ഞു പോകുന്നത്. ഈ സിനിമയിൽ നമ്മുടെ രാജ്ബി ഷെട്ടി ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളി ഇപ്പോൾ പല സിനിമകളിലും ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട് മലയാളത്തിൽ. സിനിമയിലെ സാംസിയസിന്റെ BGM കിടുവായിരുന്നു. അതിനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ VFXും അഭിനയിച്ചവരും എല്ലാം കിടുവായിരുന്നെങ്കിലും ഒരു മികച്ച സ്ക്രിപ്റ്റിന്റെ അഭാവം സിനിമയിൽ ഉണ്ടായിരുന്നു. എന്തായാലും കൊണ്ടലിന്റെയും അവസ്ഥ തിയേറ്ററുകളിൽ പരിതാപകരം തന്നെയായിരുന്നു. ഒരു സൈഡ് ഏറും, ഒരു സൈഡ് കിഷ്കിന്ധാകാന്ഡവും. അതിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ കൊണ്ടലിന് കഴിഞ്ഞില്ല. സൂപ്പർ ഹിറ്റ് ആകുമെന്ന് കരുതിയിരുന്ന ബോട്ട് ചട്ടിയും 8 നില പൊട്ടി. ഗുമസ്ത. ജെയ്സ് ജോസ്, ദിലീഷ് പോത്തൻ, ബിബിൻ ജോർ, റോണി ഡേവിഡ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അമൽ കെ ജോബി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഗുമസ്തൻ. പടം റിലീസായ അന്ന് അത്യാവശ്യം ഡീസന്റ് റിപ്പോർട്ട്സ് ആയിരുന്നു പടത്തിന് ലഭിച്ചത്. പക്ഷേ ഇപ്പോ OTT റിലീസിന് ശേഷം അന്യായ ഊക്കാണ് പടത്തിന് കിട്ടുന്നത്. ഇതിലെ BGM വെച്ചിട്ടുള്ള ട്രോളൊക്കെ നിങ്ങളും കണ്ടു കാണുമല്ലോ. പേഴ്സണലി എനിക്ക് തോന്നിയത് ഒരു ഡീസന്റ് ത്രില്ലർ സിനിമ തന്നെ ആയിരുന്നു ഗുമസ്തൻ. അതിനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി തട്ടിക്കൂട്ടിയത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ചുകൂടി നല്ലൊരു കാസ്റ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും നല്ല അഭിപ്രായം പടത്തിന് കിട്ടിയേനെ. എന്തിനായാലും ഇപ്പോൾ ഈ പടത്തിന് കിട്ടുന്ന ഊക്കിന് കൈ കണക്കില്ല. പക്ഷേ അന്ന് റിലീസായ ടൈമിൽ ഈ പടത്തിന് കുറച്ച് പോസിറ്റീവ്സ് കണ്ടിരുന്നു. 394 രൂപ ഫോൺ പേയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ട്. എന്തായാലും പടം തിയേറ്ററിൽ വലിയ വിജയമൊന്നും കണ്ടില്ല. പക്ഷേ ഇതിനേക്കാൾ ഒരു ബെറ്റർ വിജയം അർഹിച്ചിരുന്നൊരു പടമായിരുന്നു ഗുമസ്തൻ എന്ന് എനിക്ക് തോന്നുന്നു. സിനിമ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ പറയുക. BGM ഒഴികെ പടം വലിയ കുഴപ്പമില്ലാത്തൊരു പടമായിരുന്നു. അപ്പോ ഇത്രയുമാണ് സെപ്റ്റംബർ മാസത്തിൽ റിലീസായി വിജയമായതും പരാജയമായതുമായ ചില സിനിമകൾ. ഇനി ഇതൊന്നും കൂടാതെ ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ്, കഥ ഇന്നുവരെ, ആക്രി കല്യാണം, കുട്ടേട്ടന്റെ ഷിനിഗാമി, കപ്പ് ചിത്തിനി എന്നിങ്ങനെ കുറച്ച് പടങ്ങളും വന്നു പോയിരുന്നു സെപ്റ്റംബറിൽ. എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇനി ഒക്ടോബറിലേക്ക് വന്നാൽ അവിടെ കാര്യങ്ങൾ വേറെ മൂടാണ്. സെപ്റ്റംബർ പോലെ അത്ര വലിയ വിജയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അത്യാവശ്യം നല്ല 2-3 സിനിമകൾ റിലീസായ ഒരു മാസം കൂടിയായിരുന്നു ഒക്ടോബർ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തെക്ക് വടക്ക്. സുരാജ് വെഞ്ഞാറമൂട്, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രേം ശങ്കർ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു തെക്ക് വടക്ക്. ഈ സിനിമയുടെ ട്രെയിലർ റിലീസായ ടൈമിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അത്യാവശ്യം ഡീസന്റ് ആയ ഒരു ട്രെയിലർ ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ കുറച്ചുപേരെങ്കിലും ഇതൊരു നല്ല എന്റർടൈനർ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പ്രതീക്ഷകൾക്ക് നേരെ വിപരീതമായിരുന്നു തിയേറ്ററുകളിൽ നമ്മൾ കണ്ടത്. പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് ഒക്കെ പക്കാ റിപ്പോർട്ടുകളായിരുന്നു വന്നത്. ഫസ്റ്റ് ഹാഫിന്റെ റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി പടം പ്രതീക്ഷ പോലെ തന്നെ നൈസ് ആയിരിക്കുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ അത് മാറി. അങ്ങനെ അത്യാവശ്യം നല്ലൊരു കാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നിട്ടും തെക്ക് വടക്ക് വന്ന പോലെ തെക്ക് വടക്ക് പോയി. എന്തായാലും പടം ഇപ്പോൾ OTTയിൽ റിലീസ് ആയിട്ടുണ്ട്. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയും. ഭോഗൻവില്ല. ഭീഷ്മപർവത്തിന് ശേഷം അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന സിനിമ. എല്ലാ അമൽ നീരദ് സിനിമകൾക്കും ഉള്ളതുപോലെ അത്യാവശ്യം ഹൈപ്പൊക്കെ ഈ സിനിമയ്ക്കും ഉണ്ടായിരുന്നു. അനൗൺസ്മെന്റ് മുതൽ ഇതുവരെ കാണാത്ത ലുക്കിൽ കുഞ്ചാക്കോ ബോബൻ, വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ജ്യോതിർമയി, അതും വ്യത്യസ്തമായ ലുക്കിൽ. പിന്നെ ഫഫ, സുഷിന്റെ BGM. ഇനി എന്ത് വേണം ഹൈപ്പിന്? ഇത്രയും ഹൈപ്പിൽ നിൽക്കുകയായിരുന്ന ഒരു സിനിമ, ആ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയതിനു ശേഷം പതിയെ ആ ഹൈപ്പ് താഴ്ന്നു വന്നു. ഒരു അമൽ നീരദ് സിനിമയുടെ ട്രെയിലർ കണ്ട ഫീലൊന്നും ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ ഇല്ലായിരുന്നു. അത് ശരിവെക്കുന്നത് തന്നെ ആയിരുന്നു ഈ സിനിമയുടെ തിയേറ്റർ റിലീസിന് ശേഷം
നമ്മൾ കണ്ടത്. അമൽ നീരദിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം സിനിമ ഒരുപക്ഷെ ഇതായിരിക്കും ടിൽ ഡേറ്റ്. കാരണം വേറെ ഒന്നുമല്ല, ഈ സിനിമ കണ്ടവർക്ക് മനസ്സിലായി കാണും, ഈ സിനിമയിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒന്നും അങ്ങനെ ഇല്ല. സംഭവം റൂത്തിന്റെ ലോകം എന്ന നോവലിന്റെ അഡാപ്റ്റേഷൻ ആണ് പടമെങ്കിലും സ്ത്രീ ശാക്തീകരണം കാണിക്കാൻ വേണ്ടി ഫോഴ്സ്ഡ് ആയി ചെയ്ത ക്ലൈമാക്സ് പോലെയാണ് പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. ആ ഒരു സംഭവം ഒഴിവാക്കി പുള്ളിക്കാരൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈലിൽ കുറച്ചുകൂടി കിടിലനായി ചെയ്തിരുന്നെങ്കിൽ വേറെ ലെവൽ പോയേനെ പടം. ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരുടെയും പെർഫോമൻസുകളൊക്കെ ഗംഭീരമായിരുന്നു കേട്ടോ, അതിലൊന്നും നോ ഡൗട്ട്സ്. പക്ഷേ പെർഫോമൻസുകൾ മാത്രം കൊണ്ട് പടം കിടുവാവില്ലല്ലോ. ആത്മാർത്ഥതയിട്ട് പുഴുങ്ങിയാൽ കഞ്ഞിയാവില്ല, അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം. ഈ സിനിമയിലൊക്കെ ഫഹദ് ഫാസിൽ എന്ന നടന്റെ അല്ലെങ്കിൽ ഫഹദ് ഫാസിൽ എന്ന ഒരു താരത്തിന്റെ തന്നെ ആവശ്യം എന്താണെന്ന് തോന്നിപ്പോയി കണ്ടപ്പോൾ. ഇടയ്ക്കിടയ്ക്ക് വരും, ഞാൻ ഡേവിഡ് കോശി IPS ഫ്രം തേനി എന്ന് പറയും, പുള്ളി പോകും. ഞാൻ ഡേവിഡ് കോശി തേനി ACP. ഞാൻ ഡേവിഡ് കോശി തേനി ACP. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. വേറെ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു സാധാ റോള് പുള്ളി ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ചെയ്താവാം ചിലപ്പോൾ. അതുപോലെ തന്നെ ഇതിന്റെ ക്ലൈമാക്സിൽ വരുന്ന ശൃംദയുടെ ആ ഡയലോഗ്, അതിനു മുന്നേ നടക്കുന്ന ആ ഒരു സീനും അത് കഴിഞ്ഞ് ആ ഡയലോഗും കൂടി വന്നപ്പോ പടം കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ, ക്ലൈമാക്സ് വരെ എത്തണം, എങ്കിൽ ഇത് മനസ്സിലാവും. ജ്യോതിർമയും ചാക്കോച്ചനും ഒക്കെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു പടത്തിൽ. എന്തായാലും പടം അത്യാവശ്യം കളക്ഷനൊക്കെ ഒപ്പിച്ച് ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നേടിയിട്ടാണ് തിയേറ്റർ വിട്ടത്. പണി. നമ്മുടെ നടൻ ജോജു ജോർജ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പണി. സാഗർ സൂര്യ, ജുനൈസ് അഭിനയ, ചാന്ദിനി ശ്രീധരൻ, അങ്ങനെ വമ്പൻ സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു പടം കൂടി ആയിരുന്നു പണി. തൃശ്ശൂർ ടൗണിലുള്ള കുറച്ച് ഗുണ്ടകളുടെ കഥയാണ് പടം പറഞ്ഞു പോകുന്നത്. ഒരു റിവഞ്ച് ത്രില്ലർ എന്ന് വേണമെങ്കിലും പറയാം. സ്ക്രിപ്റ്റിന്റെ ചെറിയ പോരായ്മ ഉണ്ടായിരുന്നെങ്കിലും ജോജുവിന്റെ മേക്കിങ്ങിൽ നമുക്കതൊന്നും കാണാൻ കഴിയില്ല. ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരാളാണ് ഈ പടം എടുത്തതെന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുകയില്ല. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ജോജു ഈ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സിനിമയുടെ ക്ലൈമാക്സ് പോർഷനൊക്കെ നമ്മൾ അധികം മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്തതാണ്. പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാലും സാഗർ സൂര്യയും ജുനൈസും വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. യമര സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് തന്നെയാണ് അവരുടെ വിജയവും. ഇതൊക്കെ ആണെങ്കിലും റിലീസായി ആദ്യ ദിവസങ്ങളിൽ പടത്തിന് അത്ര നല്ല അഭിപ്രായങ്ങളൊന്നും അല്ല ലഭിച്ചത്. പക്ഷേ ഈ നെഗറ്റീവ് ഒക്കെ കൂടി കേട്ട് തിയേറ്ററിൽ പോയി പടം കണ്ടവരിൽ പലർക്കും പടം ഇഷ്ടമായി. ഇത്രയധികം നെഗറ്റീവ് വരാൻ വേണ്ടി ഒന്നും പടത്തിൽ ഇല്ലല്ലോ എന്നായി ആദ്യത്തെ ആഴ്ച. പടം കിടുവാണെന്നായി രണ്ടാമത്തെ ആഴ്ച. അങ്ങനെ ജനങ്ങൾ പറഞ്ഞ് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പടം പിടിച്ചങ്ങ് കേറി. സിനിമയാണ് ഹിറ്റടിച്ച് വാടക്കുറ്റി പോലെ പോക്കാം. ആദ്യ ദിവസങ്ങളിലെ നെഗറ്റീവ് റിവ്യൂ ഒക്കെ പ്ലാൻഡ് അറ്റാക്ക് ആണെന്ന് ജോജു ചേട്ടൻ പറഞ്ഞത് ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിലായിരുന്നു പടം പ്രേക്ഷകർ സ്വീകരിച്ചത്. പക്ഷേ അങ്ങനെ ഇരിക്കെ ഫേസ്ബുക്കിൽ റിവ്യൂ ഇട്ട ഒരാളെ ജോജു ചേട്ടൻ ഫോണിൽ വിളിച്ച് ഒരു അനാവശ്യ വിവാദം ഉണ്ടായിരുന്നു. എനിക്ക് മുള്ളാൻ നിങ്ങളുടെ പ്രൊവോക്കേഷൻ ആവശ്യമൊന്നുമില്ല, ഞാൻ അല്ലാതെ എല്ലാ ദിവസവും മുള്ളാറുണ്ട്. സംഭവം ഒരു വിവാദമായെങ്കിലും ആ ഒരു വിവാദത്തിലൂടെ പടം ഒരാഴ്ച കൂടി തകർത്തോടി. അങ്ങനെ പണി കിട്ടി, പണി കൊടുത്ത്, പണി ബോക്സ് ഓഫീസിന് പണിയായി. ഏകദേശം 30 കോടിയോളം രൂപയാണ് സിനിമ തിയേറ്ററുകളിൽ നിന്നും കളക്ട് ചെയ്തത്. തിയേറ്ററിൽ വിജയമായ പണി OTT റിലീസിന് ശേഷം ചർച്ചയാവുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതേത് തരത്തിലാകും ചർച്ചയാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പല്ലൊട്ടി 90s കിഡ്സ്. ജിതിൻ രാജ്പിയുടെ സംവിധാനത്തിൽ ഒരുപറ്റം കൊച്ചുകുട്ടികൾ അഭിനയിച്ചൊരു സിനിമയായിരുന്നു പല്ലൊട്ടി 90s കിഡ്സ്. അർജുൻ അശോകനും ബാലു വർഗീസും ഇതിൽ ചെറിയ റോളുകൾ ചെയ്തിട്ടുണ്ട്. ലിജോ ജോസ് പല്ലിശ്ശേരി ആയിരുന്നു പടം തിയേറ്ററുകളിൽ എത്തിച്ചത്. ലിജോ ജോസ് പല്ലിശ്ശേരി ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്ത പടം എന്നുള്ളൊരു പ്രൊമോ തന്നെ സിനിമയിൽ അത്യാവശ്യം പ്രതീക്ഷ നൽകിയിരുന്നു. നല്ല മുട്ടായി പോലൊരു പടമായിരുന്നു പല്ലൊട്ടി. പക്ഷേ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഒരു തള്ളിക്കയറ്റം ഒന്നും ഉണ്ടായില്ല. പക്ഷെ പടം കണ്ടവർക്കൊക്കെ ഗംഭീര അഭിപ്രായമായിരുന്നു. ഞാനൊക്കെ തിയേറ്ററിലിരുന്ന് കണ്ട് ഫീലടിച്ച് പല സീനുകളും കണ്ണ് നിറഞ്ഞിട്ടൊക്കെയാണ് കണ്ടു തീർത്തത്. ഇത്തരം നല്ല സിനിമകളിൽ തിയേറ്ററുകളിൽ വലിയ വിജയമാകുന്നില്ല എന്നത് ഒരു സങ്കടം തന്നെയാണ്. ഈ സിനിമ ശരിക്കും വലിയൊരു വിജയം അർഹിച്ചിരുന്നു. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ റിലീസായി തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. സ്ഥാനാർത്ഥി ശ്രീകുട്ടനിൽ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികളുടെ കഥയാണ് പറഞ്ഞു പോകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടമാണെങ്കിലും ഒരുപാട് നല്ല റെഫറൻസുകൾ പടത്തിൽ കാണിച്ചു പോകുന്നുണ്ട്. ആ പടവും നിങ്ങൾ പറ്റുമെങ്കിൽ മിസ് ചെയ്യാതിരിക്കുക തിയേറ്ററുകളിൽ. എന്ത് തന്നെയായാലും പല്ലൊട്ടി 90s കിഡ്സ് അത്യാവശ്യം ഓടി മികച്ച അഭിപ്രായങ്ങൾ നേടിയെങ്കിലും ആ സിനിമ അർഹിച്ചൊരു വിജയം അത് നേടിയോ എന്നത് സംശയമാണ്. പക്ഷേ എനിക്ക് ഉറപ്പാണ് OTT റിലീസിന് ശേഷം ഈ സിനിമ ഇവിടെ ചർച്ച ചെയ്യപ്പെടും. തമിഴിൽ മെയ്യഴകൻ എങ്ങനെ ചർച്ചയായോ അതുപോലെ. അപ്പോൾ ഇതൊക്കെയാണ് ഒക്ടോബറിൽ റിലീസായി ഹിറ്റായതും ഹിറ്റാവാതെ പോയതുമായിട്ടുള്ള ചില സിനിമകൾ. ഇതൊന്നും കൂടാതെ കുമ്മാട്ടിക്കളി, പുഷ്പക വിമാനം, തണുപ്പ്, പൊറോട്ട നാടകം, കുണ്ടന്നൂരിലെ കുൽസിതലഹള, ദയാഭാരതി, ത്രയം, ഇങ്ങനെ കുറച്ച് സിനിമകളും റിലീസായിരുന്നു. ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് ഞാൻ ഇനി പ്രത്യേകം പറഞ്ഞ് വിഷമിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. പറഞ്ഞ പടങ്ങളിൽ തന്നെ ദയാഭാരതിയൊക്കെ ഒരു കൾട്ട് ക്ലാസിക് ഐറ്റം ആയിരുന്നു. ഗായകൻ ഹരിഹരൻ സാർ വന്നിട്ട് തകർത്താടിപ്പോയ പടം. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് നവംബർ മാസത്തെ റിലീസുകളെ പറ്റിയാണ്. അതിന്റെ വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.